ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ സ്നേഹവന്ദനം അറിയിക്കുക. പലപ്പോഴും ഈ ഭൂമിയിലെ ഈ വ്യക്തികളെ കമ്പയർ ചെയ്യുമ്പം നമ്മൾ പറയാറുണ്ട്, അവൻ പണക്കാരനാണ്, ഇവൻ പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഇവൻ ദരിദ്രനും അവൻ പൈസ ഉള്ളവനെന്നൊക്കെ നമ്മൾ പലപ്പോഴും തരംതിരിക്കാറ്. അത് ചില വ്യക്തികളുടെ ഇടയിൽ ഇന്നും അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്നുമില്ലാത്ത കുടുംബത്തിലാണ്, ഒന്നുമില്ലാത്തവനാണ് എന്ന് നമ്മൾ തരംതിരിച്ച് മാറ്റി നിർത്തുമ്പോൾ, ഞാൻ ദരിദ്രനായി തീർന്നതിൽ വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ഒരു ആശ്വാസ വചനം ദൈവം നമ്മോട് പറയുകയാണ്. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം പറയുന്നത്, എൻ്റെ മകനെ, നാം ദരിദ്രരായി തീർന്നതിൽ നീ ഭീതിപ്പെടേണ്ട. നീ ദൈവത്തെ ഭയപ്പെടുകയും എല്ലാവിധ പാപത്തിൽ നിന്ന് അകന്നിരിക്കുകയും തിരുസന്നിധിയിൽ പ്രസാദമുള്ളത് നീ ചെയ്യുകയും ചെയ്താൽ വളരെയേറെ സമ്പത്തുണ്ടാകും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ഇവിടെ പറയുക, പാപത്തിൽ നിന്ന് നീ മാറിയിരിക്കുക, ദൈവത്തിരുസന്നിധിയിൽ പ്രസാദമുള്ളത് നീ ചെയ്യുക, നീ പാവപ്പെട്ടവനെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ ദൈവഭയമുള്ളവനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്തിന് ഉടമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നീ ഏറ്റവും വലിയ ഈ ഭൂമിയിലെ സമ്പന്നൻ എന്ന് പറയുന്നത് ദൈവഭയമുള്ളവനും പാപത്തിൽ നിന്ന് അകന്നിരിക്കുന്നവനുമാണ്. നീ പാപത്തിൽ നിന്ന് അകന്നിരിക്കുന്നവനാണോ? നീ ദൈവഭയമുള്ളവനാണോ? ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റവും വലിയ സമ്പന്നൻ നീയാണ്. അതുകൊണ്ട് ദരിദ്രനായതിൽ നീ വിഷമിക്കേണ്ട. നീ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനായി മാറുവാൻ, പാപത്തിൽ നിന്ന് മാറി നിൽക്കുകയും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പ്രഭാതം അതിന് നിന്നെ ശക്തിപ്പെടുത്തട്ടെ, മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.